കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിലും ഇത്തവണ കോർപ്പറേഷൻ ഭരണം UDF തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, പലരുടെയും പേരുകൾ മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മുൻതൂക്കം ദീപ്തി മേരി വർഗീസിന് തന്നെയായിരിക്കില്ലേ? ദിവ്യ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് പറഞ്ഞു കേൾക്കുന്ന കാര്യം. പ്രത്യേകിച്ച് UDFന്റെ പൊന്നാപുരം കോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു കൊച്ചി. കഴിഞ്ഞ തവണ UDFലെ ഉൾപാർട്ടി പോരും ഒപ്പം തന്നെ വിമതരുടെ ശല്യവും ഈ ഭരണം നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാന കാരണമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കുറി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിട്ടെത്തിയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ചിട്ടയായ പ്രവർത്തനത്തോടു കൂടി തന്നെ ഒരു ആധിപത്യമായോടുകൂടിയുള്ള ഒരു വിജയം, ആധികാരികമായിട്ടുള്ളൊരു വിജയം UDFന് ഉണ്ടായി എന്നുള്ളതാണ്. 76 ഡിവിഷനുകളിൽ 47 ഡിവിഷനും കൈപ്പടിയിൽ ഒതുക്കിയാണ് UDF തിളക്കമാർന്നൊരു വിജയം കൈവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിലും പ്രതിപക്ഷ നേതാവിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നൊരു സൂചന DCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും മുമ്പൊന്നും പല ഘട്ടങ്ങളിലും പല തെരഞ്ഞെടുപ്പുകളിലും പറഞ്ഞു കേൾക്കപ്പെട്ട ഒരു പേരായിരുന്നു ദീപ്തി മേരി വർഗീസിൻ്റെ പേര്. KPCC നേതൃത്വനിരയിൽ പ്രവർത്തിക്കുന്ന ഒരു വനിതാ നേതാവ് കൂടിയാണ്. പ്രത്യേകിച്ച് ഇക്കുറി കൊച്ചി കോർപ്പറേഷനിൽ വനിതയായിരിക്കും മേയർ. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടം മുതൽ പറഞ്ഞു കേട്ട പേരും അത് തന്നെയാണ്. അത്രമാത്രം സീനിയോറിറ്റി ഉള്ള ഒരു ആളായതുകൊണ്ട് തന്നെ ദീപ്തി മേരി വർഗീസിൻ്റെ പേരാണ് മേയർ സ്ഥാനത്തേക്ക് പ്രഥമമായി പരിഗണിക്കപ്പെടുന്നത്. മറ്റൊന്ന് ഷൈനി മാത്യു, VK മിനിമോൾ എന്നിവരുടെ പേരുകൾ കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ പ്രഥമ പരിഗണന ദീപ്തി മേരി വർഗീസിന് തന്നെയായിരിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഒന്നും നിലവിൽ എടുത്തിട്ടില്ല. കാരണം മൃഗീയമായ ഭൂരിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. മറ്റ് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മറ്റൊരു കാര്യമുള്ളത് പിന്നീട് തൃപ്പൂണിത്തുറ മാത്രമാണ്. തൃപ്പൂണിത്തുറ നഗരസഭയിൽ തൃപ്പൂണിത്തുറ നഗരസഭയിൽ NDA ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. 21 സീറ്റുകൾ നേടി NDA ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയിട്ടുണ്ട്. പക്ഷേ കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. LDFും UDFും മനസ്സ് വെച്ചാൽ NDA അധികാരത്തിൽ കയറ്റാൻ ആകില്ല എന്നുള്ള ഒരു നിലപാടാണ് അവിടെ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണ് CPMന്റെ ഒരു പ്രതികരണം? അവർക്കൊരു എതിർപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ അക്കാര്യത്തിൽ? ദിവ്യ, തീർച്ചയായും തൃപ്പൂണിത്തുറ നഗരസഭ അവിടെ BJPക്ക് സ്വാഭാവികമായും അല്പം മേധാവിത്വമുള്ള ഒരു മേൽക്കൈയുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ LDF ആയിരുന്നു അവിടെ ഇതുവരെ ഭരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തായിരുന്നു BJP അല്ലെങ്കിൽ NDA ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത്തവണ NDA ആണ് ഒറ്റകക്ഷിയായി വന്നിരിക്കുന്നത്. പക്ഷേ കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നിലവിൽ LDFന് 20ഉം UDFന് 12ഉം സീറ്റുകളാണ് ഉള്ളത്. ഇവർ രണ്ടുപേർ കൂടി ഒരു സമവായത്തിലെത്തിയാൽ NDA അധികാരത്തിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറ MLA K ബാബു ഇതുമായി ബന്ധപ്പെട്ടൊരു സൂചന നൽകുകയും ചെയ്തിരുന്നു. അതായത് ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലൊരു സമവായം അത് രൂപപ്പെടാനുള്ള ഒരു സാഹചര്യം അതുണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു നീക്കുപോക്കിന് ശ്രമിക്കും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസോ അല്ലെങ്കിൽ S സതീഷോ ഇക്കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം എടുത്തിട്ടില്ല. ആദ്യഘട്ടത്തിൽ അത്തരത്തിലൊരു ശ്രമം നടത്തുമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് എങ്കിൽ പോലും S സതീഷ് CPMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ഒരു കാരണവശാലും അത്തരത്തിലൊരു നീക്കുപോക്ക് ഉണ്ടായില്ല. കാരണം അവിടെ BJPക്ക് UDF അനുകൂലമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത് എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് CPMന് ഉള്ളത്. മറുവാദം കോൺഗ്രസും അല്ലെങ്കിൽ UDFും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തൃപ്പൂണിത്തുറയിൽ നടന്നത് ഒരു സാമുദായിക ധ്രുവീകരണമാണ്. രാഷ്ട്രീയ നിലപാടുകൾക്കും അപ്പുറം അത്തരം ഒരു ഇടപെടലുകൾ അവിടെ ഉണ്ടായി. BJP അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരുനീക്കങ്ങൾ നടത്തി എന്നുള്ള ഒരു കാര്യമാണ് തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത്. K ബാബു അതുമായി ബന്ധപ്പെട്ട് സൂചന നൽകുകയും ചെയ്തിരുന്നു. കൊച്ചി കോർപ്പറേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള സുതാര്യതയോടുകൂടി കാര്യങ്ങൾ മുമ്പോട്ട് പോകും. തർക്കങ്ങൾക്ക് ഇടം നൽകില്ല. അത്തരം ഒരു കാര്യപ്രസക്തിയില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ അതൊന്നും ഇക്കുറി ഉണ്ടാകില്ല എന്നുള്ള കാര്യവും DCC നേതൃത്വം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്.